നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രവാസികൾക്ക് നിർണായകമായ ഒരു വാർത്തയുമായി UAE രംഗത്തെത്തിയിരിക്കുകയാണ്. അതെ, ഇനി മുതൽ ചികിത്സയ്ക്ക് അധികം ചിലവാക്കേണ്ടി വരില്ല. രാജ്യത്തെ എല്ലാ തൊഴിലാളികളുടെയും ചികിത്സാ ചിലവ് തൊഴിലുടമ വഹിക്കണമെന്ന് മാനവവിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം വ്യക്തമാക്കി. ഇൻഷുറൻസ് കമ്പനികളുമായി കരാറുണ്ടാക്കിയോ അംഗീകൃത ചികിത്സാ കേന്ദ്രങ്ങളുമായി സഹകരിച്ചോ തൊഴിലാളികൾക്ക് ചികിത്സയും മരുന്നും ഉറപ്പാക്കണം. തൊഴിലാളികളുടെ ആരോഗ്യ പരിരക്ഷ സ്പോൺസർമാരുടെ ബാധ്യതയാണെന്നും അധികൃതർ വ്യക്തമാക്കി. തൊഴിലാളികൾ രോഗികളാവുകയോ പണിസ്ഥലങ്ങളിൽ വെച്ച് പരിക്കേൽക്കുകയോ ചെയ്താൽ സ്വകാര്യ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് വേണ്ട ചികിത്സ നൽകണം. തൊഴിലാളികളുടെ ആരോഗ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട നിയമാവലി തൊഴിൽ സ്ഥാപനങ്ങൾക്ക് നിർബന്ധമാണെന്നും അധികൃതർ പറഞ്ഞു. ചികിത്സാ ചിലവ് ഭാഗികമായി വഹിച്ചാൽ പോരാ, രോഗം സുഖപ്പെടും വരെ മുഴുവൻ ചിലവും സ്പോൺസർ വഹിക്കണം. ഓരോ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങൾക്കനുസൃതമായ സുരക്ഷ ജോലിസ്ഥലങ്ങളിൽ ഒരുക്കണം. അടിയന്തര സാഹചര്യങ്ങളും അഗ്നിബാധ പോലുള്ള അപകടങ്ങളും പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളും വേണം. തൊഴിൽ സാമഗ്രികൾ വാങ്ങുകയോ വാടകയ്ക്കെടുക്കുകയോ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ പോലും ഉപയോഗവും സുരക്ഷയും സംബന്ധിച്ച് കരാർ രൂപപ്പെടുത്തണം. പണിസ്ഥലത്ത് അപകടം ആവർത്തിക്കാതിരിക്കാൻ തന്നെ മുൻകരുതലുകൾ എടുത്തിരിക്കണം. ആശുപത്രിയിൽ ചികിത്സയ്ക്കായി കഴിഞ്ഞതിന്റെ ചെലവ്, ശസ്ത്രക്രിയ, എക്സ്റേ അടക്കമുള്ള രോഗനിർണയത്തിനുള്ള അനുബന്ധ വൈദ്യ പരിശോധനകൾ, ലാബ് ഫീസ്, മരുന്ന് സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ സഹായകമാകുന്ന ഉപകരണങ്ങൾ എന്നിവയുടെ തുകയെല്ലാം സ്പോൺസർ വഹിക്കണം. പരിക്ക് ഗുരുതരമെങ്കിൽ പുനരധിവാസത്തിനും തുടർ ചികിത്സയ്ക്കും ആവശ്യമായ സഹായവും വേണം. ചികിത്സയുടെ ഭാഗമായി തൊഴിലാളിയുടെ യാത്രാ ചിലവും ചികിത്സാ ചിലവിലാണ് ഉൾപ്പെടുക. തൊഴിൽപരമായ സുരക്ഷയ്ക്കുള്ള ഉപാധികളും ഉപകരണങ്ങളും തൊഴിലാളികൾ അവഗണിക്കരുത്. ചികിത്സാ കാലത്ത് ശമ്പളത്തോടുകൂടി അവധി നൽകണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. തൊഴിലുടമകൾ ചെയ്യേണ്ടത് ഇതാണ്: മറ്റൊരു ജോലിയിലേക്ക് മാറുമ്പോഴും തൊഴിലാളികളെ ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരിക്കണം. ഒരാൾ സേവനം നിർത്തുമ്പോഴും ആരോഗ്യസ്ഥിതി വിലയിരുത്തി സ്റ്റാഫ് ഫയലിൽ രേഖപ്പെടുത്തണം. അനുയോജ്യമായ തൊഴിലിടം, പാർപ്പിടം എന്നിവ തൊഴിലാളികൾക്ക് ഉറപ്പാക്കണം. ജീവനക്കാരുടെ എണ്ണത്തിനനുസരിച്ച് തന്നെ പ്രാഥമിക ശുശ്രൂഷ മരുന്നുകൾ പണിസ്ഥലത്തുണ്ടാകണം. അപകടമുണ്ടായാൽ നൽകേണ്ട പ്രഥമ ശുശ്രൂഷ സംബന്ധിച്ച് തൊഴിലാളികൾക്ക് പരിശീലനവും അവബോധവും നൽകണം. പകർച്ചവ്യാധികളോ അപ്രതീക്ഷിത അപകടങ്ങളോ ഉണ്ടായാൽ സ്ഥാപനങ്ങൾ സർക്കാർ പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണം. ജോലിസ്ഥലവും പാർപ്പിട പരിസരവും മതിയായ ആരോഗ്യ സുരക്ഷാ വലയത്തിൽ ആയിരിക്കണം എന്നും അധികൃതർ നിർദ്ദേശിക്കുന്നുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.